ഓക്കെ, സോ യാ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാൻ പോവാണ്. സോ അത് ആക്ച്വലി ഒരു ട്രാവൽ വ്ളോഗാണ്. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർ രീതിയിലുള്ള വ്ളോഗാണോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. കുറേ ഉടായ്പ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്, അതറിയാമല്ലോ. ഓക്കെ, എനിക്കറിയത്തില്ല എന്താ പറയുന്നതൊക്കെ. ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു ട്രാവൽ വ്ളോഗാണ്. ആൻഡ് നമ്മുടെ ഒരു 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 ട്രാവൽ വ്ളോഗ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു റോഡ് ട്രിപ്പ് വ്ളോഗ്. ഓക്കെ, സോ ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റൽ റൂമിലാണ്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ ആരും ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുക്കുന്നത്. ലൈറ്റൊക്കെ ഇപ്പം ആക്ച്വലി സമയം 4 മണി, നാലര ആയതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് പല്ലേച്ച് റെഡിയായിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, സോ ഞാൻ റെഡി ആയിട്ട് വരാം. സോ ആസ് എ ടോൾഡ് ബിഫോർ, ഇതൊരു ട്രാവൽ വ്ളോഗ് എന്ന് വേണേൽ പറയാം. ബട്ട് അതിനെക്കാട്ടും ഉപരി ഒരു റോഡ് ട്രിപ്പ് വ്ളോഗ്. ഇതിൽ കൂടുതലും ഞാൻ എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. ബിക്കോസ് ആസ് യു ക്യാൻ അസ്യൂം, നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിൽ മൈക്കൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് നോയ്സ് ആയിരിക്കും കേൾക്കുന്നത്. സോ അപ്പോൾ ഐ തോട്ട് ഓഫ് ഓക്കെ, ഫുൾ ഒരു വോയിസ് ഓവർ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കാമല്ലോ, അതിലൊരു പ്രശ്നം വരില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചളിയും ഓരോ കാര്യങ്ങളൊക്കെ പറയും, ആസ് യൂഷ്വൽ. സ്വാഭാവികം. എന്നെ അറിയാവുന്നവർക്ക്, എൻ്റെ ഇത്രയും നാൾ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് എന്നെ പിടിയിട്ട് കാണുമല്ലോ ഞാൻ എന്താണ്, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചളിയൊക്കെ ആയിട്ട് നമുക്ക് ഈ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ക്യാമ്പസിൽ നിന്നാണ്. ഒബ്വിയസ്ലി എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാലടി പഠിക്കുകയാണ്. ഇതറിയാത്തവർക്ക് മാത്രം കേട്ടോ. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ PG സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ ഒരു യാത്ര പോയപ്പോൾ. സോ അവിടെ നിന്നായിരുന്നു എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ രാവിലെ ഒരു ദിവസം ലീവായിരുന്നു. ലീവല്ല, നമ്മുടെ കലോത്സവത്തിന് സമയമായതുകൊണ്ട് നമുക്ക് ആ ദിവസം ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഒരു സ്പോണ്ടേനിയസ് പ്ലാനിങ് ട്രിപ്പാണ്. പെട്ടെന്ന് തീരുമാനിച്ചു. മുന്നത്തെ ദിവസം പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസം അങ്ങ് പോയി. ആ ഒരു രീതിയിലാണ് ഈ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയി. പക്ഷെ എന്നാലും നമ്മളെന്തായാലും ഡെസ്റ്റിനേഷൻ എയിം ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മളെന്തായാലും അതിനെയൊക്കെ എന്താ പറയുക, ഒരു വാക്ക് പറയുമല്ലോ, പോട്ടെ കിട്ടുന്നില്ല. അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ പോകുമല്ലോ. സോ നമ്മളീ പോയ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കാലടി, അങ്കമാലി, അവിടെ പ്ലാന്റേഷൻ ഉണ്ടല്ലോ, ഈ റബ്ബർ പ്ലാന്റേഷൻ, അതിൻ്റെ ഇടയിലൂടെയാണ് പോയത്. സോ ഈ ഒരു റൂട്ടാണ് നമുക്ക് തെറ്റിപ്പോയത്. പക്ഷെ നമ്മൾ ഫുൾ ആദ്യത്തെ ലൊക്കേഷൻ ഇട്ടേക്കുന്ന ആതിരപ്പള്ളിയാണ് ത്രൂ പ്ലാന്റേഷൻ റൂട്ട്. സോ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ ഈ ഒരു പോകുന്ന വാൽപ്പാറയ്ക്ക് അല്ലെങ്കിൽ ആതിരപ്പള്ളി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യുക. ബിക്കോസ് അത്യാവശ്യം നല്ല കാം ആൻഡ് ക്വയറ്റ് ആൻഡ് ഭയങ്കര പീസ്ഫുള്ളാണ്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. ഈ ചെക്ക് പോസ്റ്റിന് ശേഷമുള്ളതാണ് നമ്മുടെ ടീ പ്ലാന്റേഷൻ. സോ അത്യാവശ്യം നല്ല, ഞാൻ പറഞ്ഞ കാം ആൻഡ് ക്വയറ്റ്, ഒത്തിരിയും റഷൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ല മൃഗങ്ങളെയും കാണാൻ പറ്റും. ബിക്കോസ് അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് ഗൈഡ്സ് പറയുന്നുണ്ടായിരിക്കും ഈ വഴി കൂടി ഒരു 5:30, 6 o'clock ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കടത്തി വിടത്തില്ല. കാര്യം നിരന്തരമായിട്ട് ആനയും മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ പകൽ മാത്രമേ ഈ റൂട്ടിൽ കൂടെ കയറ്റി വിടത്തുള്ളൂ. എന്താണെന്നറിയില്ല, പ്രായമൊക്കെ ആയി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു സ്ട്രെച്ചിൽ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പഴയ പോലെ പറ്റുന്നില്ല. സോ ഞാനിങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടായിരിക്കും കുറച്ചിങ്ങനെ ശ്വാസമൊക്കെ വിട്ട് കുറച്ചൊക്കെ അണച്ചിട്ടൊക്കെ ആയിരിക്കും, ഇങ്ങനെ അണപ്പൂരല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ സൗണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും. അടിപൊളി റൂട്ട്, അടിപൊളി, ഫുൾ ഒരു കോടയും മഞ്ഞും ഒക്കെ ആയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോയതുകൊണ്ട് അത്യാവശ്യം മഴ പെയ്ത് നല്ല കോടയൊക്കെ ഇറങ്ങി വരുന്ന ഒരു കിട്ടില്ലൻ ക്ലൈമറ്റായിരുന്നു. എന്നുവെച്ചാൽ നല്ല പീസ്ഫുള്ളായിരുന്നു. ഇടയ്ക്ക് നമുക്ക് പോകുന്ന വഴി മൊത്തവും ഈ ബേർഡ്സിൻ്റെയൊക്കെ ഈ സൗണ്ടും ഈ ഒരു ഫുൾ അറ്റ്മോസ്ഫിയറായിട്ട് ഒരു വേറെ ലെവൽ എന്ന് വേണം തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ, അതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ
എൻ്റെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ടൊന്ന് കാണിക്കാമെന്ന്. പക്ഷെ നമ്മൾ കുറച്ച് മഴക്കാറൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ ആക്ച്വലി പെട്ടെന്നാണ് വന്നത്. പണി പാളുമോ എന്നൊക്കെ ഒരു ഡൗട്ടായിപ്പോയി. സോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. ആൻഡ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ആതിരപ്പള്ളിയിലെത്തി. നിങ്ങൾക്കിപ്പോൾ ഡീസൽ കേൾക്കാമല്ലോ. സോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുന്നേ ഒരു പെട്രോൾ പമ്പുണ്ട്, ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ്. ഓക്കെ, സോ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പുണ്ട്. സോ അതിനടുത്ത് കുറച്ച് വാഷ്റൂമൊക്കെ ഉണ്ട്. സോ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പെട്രോൾ പമ്പൊക്കെ കാണാൻ ചാൻസ് കുറവാണ്. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു പെട്രോൾ പമ്പിൽ തന്നെ, പ്രമോഷനൊന്നുമല്ല, പെട്രോൾ തന്നെ അടിക്കാൻ നോക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വാഷ്റൂം ഫെസിലിറ്റീസ്, ലേഡീസിനായാലും ജെൻസിനായാലും വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. സോ അതും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസ്. സോ നമുക്ക് പോകാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ്. ഞാൻ ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഒരു പ്രത്യേക വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് വാൽപ്പാറയാണ്. ഓക്കെ, വാൽപ്പാറ വഴി നമ്മൾ പൊള്ളാച്ചി പോവും. പൊള്ളാച്ചി വഴി നമ്മൾ നെന്മാറ വരും. നെന്മാറ വഴി നമ്മൾ തിരിച്ച് കാലടിയിലേക്ക്. നിങ്ങൾക്കിപ്പോൾ കണ്ടു തന്നെ മനസ്സിലാവും, ഈ ഒരു മഴയൊക്കെ പെയ്തിരിക്കുമ്പം ഈ ആതിരപ്പള്ളിയൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഒരു മൺസൂൺ സീസണാണ്. ബിക്കോസ് നമ്മുടെ അടുത്തുള്ള വാട്ടർഫോൾസൊക്കെ ഭയങ്കരമായിട്ട്, ആസ് വെൽ ആസ് ഇൻസിഡൻസും പല ഇഷ്യൂസും ഉണ്ടാവും. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഭംഗി ഇപ്പോഴാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കുഞ്ഞു കടയ്ക്കൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ ഇപ്പം രാവിലെയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം ഒട്ടും തിരക്കില്ലായിരുന്നു ആതിരപ്പള്ളിയിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്ലാൻ വേറെ ആയതുകൊണ്ട് അന്നേ ദിവസം നമ്മൾ ആതിരപ്പള്ളി പോയിട്ടില്ല. സോ പിന്നെ നമ്മുടെ ജേർണി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഈ പോകുന്ന റൂട്ടൊക്കെ ഈ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ ഒരു ഇലയും ഈ കാട്ടിലായാലും എല്ലാം നല്ലൊരു പച്ചപ്പായിരുന്നു. ഇപ്പോൾ ചൂട് സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ, ഇതെല്ലാം കരിഞ്ഞ് ഉണങ്ങി, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു എക്സാക്ട് ബ്യൂട്ടി നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ ഒരു മൺസൂൺ സീസൺ അതിനൊക്കെ നല്ല വെള്ളമൊക്കെ കിട്ടി, നല്ല പൊടിയൊക്കെ പോയി ക്ലീനായി, ആൻഡ് ഒരു ഫ്രഷ്നെസ് കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് പോകുമ്പോൾ തന്നെ ഇതെന്തോ ഒരു അടിപൊളി ഫീലിംഗ് ആണ്. അത് നിങ്ങളെല്ലാവരും ഇപ്പം ഇപ്പം ഈ ഒരു റൂട്ടിൻ്റെ ഒരു ഭംഗി എനിക്ക് എന്താ പറയുക, എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ഞാനത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാത്ത രീതിയിൽ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ വുഡ് സജസ്റ്റ് ദാറ്റ് നിങ്ങൾ തന്നെ ഒരു റോഡ് ട്രിപ്പ് ഇങ്ങനെ ഈ ഒരു റൂട്ട് പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി രസം. ആൻഡ് അത്യാവശ്യം ഈ ഒരു വ്ളോഗ് ഒന്ന് കുറച്ച് ലാഗായിരിക്കും. ഒബ്വിയസ്ലി എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ലാഗാണ് മിക്കാറും ഒക്കെ. പക്ഷെ എന്തോ ഇതെനിക്ക് ഞാനിപ്പം ഒരു കാര്യം പറയാം, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ പോർഷൻസൊക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെയിൻ പോർഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത്, ഓക്കെ ഇതാണ്ട് ഇവിടെ നിന്ന് നെക്സ്റ്റ് ആതിരപ്പള്ളി എത്തി, അവിടെ ചെറിയ കുറച്ച് ഒരു ക്ലിപ്പിങ്സ്, പിന്നെ നമ്മൾ കുറച്ച് പോകുന്ന റോഡ് ട്രിപ്പിൻ്റെ ഒരു ക്ലിപ്പിങ്സ്, പിന്നെ വാൽപ്പാറ എത്തുന്ന ക്ലിപ്പ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാൽ കൂടി അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മുഴുവനായിട്ടൊരു ഒരു റോഡ് ട്രിപ്പല്ലേ. സോ ആ ഒരു മുഴുവനായിട്ടുള്ള ബ്യൂട്ടി എനിക്ക് ഒരു ക്ലിപ്പിങ്സ് എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. അതാണ് വലിയൊരു റീസൺ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരു ക്ലിപ്പിങ്സ് കട്ട് ചെയ്യാതെ മാക്സിമം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ലാഗ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഐ വുഡ് സജസ്റ്റ് ചെയ്യുമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര വളിപ്പ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേണേൽ 2x സ്പീഡിലിട്ട് കണ്ടോ. ബട്ട് ഞാൻ അത് സജസ്റ്റ് ചെയ്യൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്യത്തില്ല. നിങ്ങളിങ്ങനെ പയ്യെ അതൊക്കെ ആസ്വദിച്ച് കാണണമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ നിങ്ങൾക്കത് അത്രയ്ക്ക് എന്താണ് ഈ കൊച്ചു ചെയ്യുന്നേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. എൻ്റെ കോണ്ടൻറ്റ്സ് ആക്ച്വലി എനിക്ക് ഈ കോണ്ടൻറ്റ്സ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രം എൻ്റെ സ്കൂൾ കാലം മുതലേ എനിക്ക്
കോണ്ടൻസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ആൻഡ് നേച്ചർ ആൻഡ് ഇറ്റ്സ് സോ ഹീലിംഗ്. ആൻഡ് നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു കുഞ്ഞ് വാട്ടർഫാൾസ് നമ്മൾ കാണും. കുഞ്ഞല്ല, അത്യാവശ്യം വലുതാണ്, അത്യാവശ്യം നല്ല ബ്യൂട്ടിയാണ്. ഇത് നമ്മൾ ആദ്യം ഒരു ഈ റൂട്ടിൽ കൂടെ വന്നപ്പം മഴ സമയത്തല്ലാത്തതുകൊണ്ട് അധികം വെള്ളമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ റൂട്ട് കിട്ടലാണ്. പിന്നെ അവിടെ തന്നെ ഒരു ഓവർ ബ്രിഡ്ജ് പോലും ഉണ്ട്. പക്ഷെ അവിടേക്ക് ഇപ്പോൾ എൻട്രി ഇല്ല. നമുക്ക് ജസ്റ്റ് ഈ പാസ് ചെയ്യുമ്പോൾ ഇതുവഴി പോയി കാണാം. പിന്നെ പോകുന്ന വഴി മുഴുവനായിട്ട് കുറച്ച് കുഞ്ഞു 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 വാട്ടർഫാൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ മൺസൂൺ ടൈം പോകുമ്പോൾ ഒരു കിട്ടുന്നൊരു പ്രത്യേകത. ഫുൾ ആ ഒരു നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്യോർ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അതിങ്ങനെയൊക്കെയാണ്. കാടും മലയും കുന്നും അരുവിയും പുഴയും വാട്ടർഫാൾസും എല്ലാം കൂടെ ആയിട്ടായിരിക്കും നമ്മുടെ നാടിൻ്റെ പ്രത്യേക ഭംഗിയല്ലേ. സോ അതൊക്കെ ഇപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ആർക്കും അത് ഓക്കെ ആരും ട്രാവൽ ചെയ്തിട്ട് നശിച്ചു പോയിട്ടുള്ളതായിട്ട് എൻ്റെ അറിവ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇത് ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴത്തേക്ക് ഇറ്റ്സ് സോ മച്ച് മോർ. ആൻഡ് ഈ ഒരു ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീലിംഗ് ആണ്. ആൻഡ് നേച്ചർ ഒബ്വിയസ്ലി ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ള കാര്യമാണ്. ഇപ്പം നമുക്കിപ്പോൾ ഇപ്പം നമുക്കൊരു ബാഡ് ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ഡെവസ്റ്റഗേറ്റഡ് ആ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പണ്ടാരം എല്ലാം തെറ്റിക്കിടക്കുവാണല്ലോ, മൈൻഡ് മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ കുറച്ച് നേച്ചറായിട്ട്, അതായത് ഒരു ഫോറസ്റ്റിലോ ഒരു ട്രക്കിങ്ങിനോ എല്ലാം പോയി കഴിയുമ്പോൾ ഓക്കെ ഇറ്റ് ഹെൽപ്സ് ആക്ച്വലി. ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഹീൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഡിഫറൻസ് മനസ്സിലാവുന്നൊരു കാര്യമാണ്. സോ എൻ്റെ ലൈഫ് ആക്ച്വലി ഭയങ്കര കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ആയിട്ടുണ്ട്. ആൻഡ് കുറേ ഡൗൺസാണ്, അപ്പ് വന്നിട്ടുള്ളതിനെക്കാട്ടും കൂടുതൽ ഡൗൺസാണുള്ളത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു PG 2 years ഇറ്റ്സ് വണ്ടർഫുൾ. ഇറ്റ് വാസ് ഗ്രേറ്റ്. ബിക്കോസ് ഞാൻ ഒരുപാട് കാര്യം പഠിച്ചു. ആൻഡ് അതിന് മുന്നേ വരെ ആക്ച്വലി ഈ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ചിലപ്പോൾ അത് നീണ്ടു നിവർന്നു പോകും. എന്തായാലും ചുരുക്കി പറയാം. ഓക്കെ, ഞാൻ ഭയങ്കര ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പെർമിഷൻ വാസ് നോട്ട് ഗിവൺ ടു മീ. എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ വിങ്ങി പൊട്ടിയിരുന്നപ്പോഴാണ് എനിക്ക് 2 years കിട്ടിയത്. ഇറ്റ് വാസ് ദ ബെസ്റ്റ്, ഐ വുഡ് സേ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ്. സോ ആ 2 years ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. എക്സ്പ്ലോറൻസിന് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം, അത് കണക്ക് തന്നെ ചീത്ത രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഐ വുഡ് ചൂസ് ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് ഒരു ഗുഡ് വേ. ബിക്കോസ് നമ്മളെ ഹീൽ ചെയ്യാൻ, നമുക്കതൊരു സെൽഫ് ഗ്രോത്ത്, അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന രീതിയിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് കില്ലാണ്. ആസ് യു ക്യാൻ സീ നമ്മൾ വാൽപ്പാറ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ തേയിലത്തോട്ടിനിടയ്ക്കാണ്. ഗെസ് വാട്ട്, നമ്മളിപ്പോൾ മലക്കപ്പാറയിലേക്ക് ചെക്ക് പോസ്റ്റ് അടുത്തേക്ക് പോവാണ്. ആൻഡ് ആക്ച്വലി നല്ല വെയിലുണ്ട് ആൻഡ് ചെറിയൊരു മഴയുണ്ട്. ആസ് വെൽ ആസ് ഞാനിപ്പോൾ ഒരുപാട് തേയിലത്തോട്ടത്തിന് നടുക്കും. ഓ ഗൈസ്, ഒരു കുഞ്ഞു മഴ പെയ്യുകയും ചെയ്തു. ഫുൾ കോട. അങ്ങോട്ടൊന്നും കാണുന്ന പോലും ഇല്ല. ഗൈസ്, ഒരു വണ്ടി വരുന്നു. പക്ഷെ ഇപ്പോഴാണ് അറിയാൻ പറ്റുന്നത് വണ്ടി പോകുന്നത്. കിട്ടില്ല.
ഒന്നും കാണാൻ വയ്യ. ആൻഡ് ആസ് യു ക്യാൻ സീ ഐ വാസ് ഹീലിംഗ് മൈ ഇന്നർ ചൈൽഡ്. ശരിക്കും ആക്ച്വലി ഇത്രയൊന്നും ഹൈപ്പ് കാണിക്കേണ്ട കാര്യമില്ല. ബട്ട് എന്നാൽ കൂടി എനിക്ക് ഐ ഹാവ് എൻ എക്സ്പീരിയൻസ്. ഇങ്ങനൊരു കാഴ്ച ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. യാ, ശരിയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ആൾക്കാർ ചോദിക്കാം, ഇത്രയും വയസ്സായിട്ട് എന്തുവാ നീ ഇങ്ങനെ കോട കണ്ടിട്ടില്ലേ, നീ മഞ്ഞ് കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ തേയിലത്തോടെ കണ്ടുള്ളത് ഞാൻ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ അച്ഛൻ മൂന്നാർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെക്കേഷൻ എന്തോ പോയപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ഓർമ്മകളൊന്നും എനിക്ക് മനസ്സിൽ പോലും ഇല്ല. കണ്ടോ, അവിടെ മൊത്തം ഈ കോട കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടാണ് പോയത്. ആൻഡ് സീരിയസ്ലി നമ്മളൊരു ഒരു ഹൊറർ ഫിലിം കാണില്ലേ, ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ, ആ ഒരു കണ്ടോ കുറച്ചുകൂടെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത രീതി വരെ കോട കൊണ്ട് കംപ്ലീറ്റ്ലി മൂടി. ആൻഡ് ഇറ്റ് വാസ് ആൻ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, ഐ വുഡ് സേ. ശരിക്കും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് എവ്രി വൺ ഷുഡ് എൻജോയ്. കണ്ടിപ്പം സമയം 11:10 ബട്ട് ഒരു കുഞ്ഞു മഴ കൊണ്ട് ജസ്റ്റ് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഇവിടെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പം ഇങ്ങനെ മഴ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ സെയിം തിങ് ഇതാണ്, ആ മരം പോലും കാണുന്നില്ല. ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്ത് ഞാൻ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഐ വുഡ് സേ ഐ വാസ് ഹീലിംഗ് മൈ ഇന്നർ ചൈൽഡ് ശരിക്കും. ആൻഡ് അത് കണക്ക് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക്. ഇത് ആക്ച്വലി വാൽപ്പാറയല്ല. എനിക്ക് പെട്ടെന്ന് വോയിസ് ഓവർ കൊടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. ആക്ച്വലി ഇത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ ഒരു പോർഷനാണ്. മലക്കപ്പാറ എത്തി, ബട്ട് എന്നാലും ചെക്ക് പോസ്റ്റ് കുറച്ചുകൂടെ മുന്നിലാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. സോ അത് എത്തുന്നതിന് മുന്നേ ആണ് നമ്മൾ ഈ ഒരു വ്യൂ കണ്ടത്. ഞാൻ ആക്ച്വലി ഇപ്പം ഇങ്ങനെ കോട വരും ഒന്നും ഞാൻ വിചാരിച്ച പോലും ഇല്ല. ജസ്റ്റ് ആ ഒരു തേയിലത്തോടെ സ്റ്റാർട്ട് ചെയ്തപ്പം കുറച്ച് കാം. ആൻഡ് ഇതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്തതെടുത്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ അപ്പം ഞാൻ ഈ ഓൺ ദ വേ ഇപ്പം ജസ്റ്റ് ഒരു കാം ഏരിയ വന്നപ്പം ഓക്കെ തേയിലത്തോട്ടിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം, കുറച്ച് വീഡിയോസ് എടുക്കാം എന്ന രീതിയിലാണ്. ബിക്കോസ് ആ ഒരു വീഡിയോ ഫസ്റ്റ് പോർഷൻ അതല്ലേ. അപ്പോഴാണ് പെട്ടെന്നൊരു കുഞ്ഞു മഴ പെയ്യുകയും ചെയ്തു. ആൻഡ് ദിസ് ബ്യൂട്ടി, ഈ ഒരു സംഭവം, ഈ ഒരു കോട, ഈ ഒരു ആ തേയിലത്തോട്ടിനിടയ്ക്ക് ആ ഒരു കോടയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ ശരിക്കും എനിക്ക് ഇപ്പം ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. ഞാനൊരു മടിച്ചാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് എടുത്ത് എഡിറ്റ് ചെയ്ത് വൈകി ആണിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ ആൻഡ് സ്റ്റിൽ എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആൻഡ് ഇപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് ആണ് വരുന്നത്. ബിക്കോസ് അത്രയ്ക്ക് കിടിലം വ്യൂ ആണ്. വൺ ഷുഡ് നോട്ട് മിസ്. ഒരിക്കലും അവരുടെ ലൈഫിൽ നമ്മുടെ ഇപ്പം ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് ആയാലും ആൾക്കാരൊക്കെ പല രാജ്യം പല സ്ഥലത്തേക്ക് കാണാൻ പോകുന്നുണ്ട്. ആൻഡ് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ആസ് ദ സിറ്റുവേഷൻസ് എനിക്കതിന് കൂടുതൽ ഇത് കിട്ടിയിട്ടില്ല, എക്സ്പോഷർ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഇത് ഷോലയാർ ഡാം ആട്ടോ. നമ്മൾ അവിടെ വരെ എത്തി, ബട്ട് ഞാൻ സംസാരം തീർന്നിട്ടില്ല. സോ ഡാമും ഏകദേശം ഈ ഒരു അവസ്ഥയിൽ. പക്ഷേ ഡാമിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയില്ല. പക്ഷെ എന്നാലും ആ പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുമ്പം അത്യാവശ്യം വെള്ളം കുറവായിരുന്നു. ആൻഡ് സെൻസ് മഴ പെയ്ത് തുടങ്ങുന്നേ ഉള്ളതായിരുന്നുണ്ട് നമ്മൾ ഈ മഴ പെയ്ത സമയത്ത്, അതായത് ഈ വയനാട് ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുന്നേ ആണ്, പിന്നെ ബാക്കി ഫ്ലഡ്സൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ആണ് നമ്മളിത് പോയത്. സോ പോകുമ്പോൾ മഴ തുടങ്ങി വരുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു മെയ് മാസം മെയ്യിലാണ്. ഇപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറായി. സോ ഇത്രയും വൈകി. അപ്പം നമുക്ക് മനസ്സിലാവണം ഞാൻ എത്രത്തോളം മടിച്ച് തന്ന ഒരു വീഡിയോ എഡിറ്റ് പോസ്റ്റ് ചെയ്യാതെ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അത് ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചധികം ലാഗായിപ്പോയത്. പക്ഷെ എന്നാൽ കൂടി ഞാൻ ഇനി ഓരോ വട്ടം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഓക്കെ ദിസ് മൈ ലാസ്റ്റ്, ഇങ്ങനെ ലാഗ് ആക്കരുത്, ഇൻ നെക്സ്റ്റ് വീഡിയോസ് ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇടണം എന്ന് പറഞ്ഞിങ്ങനെ വിചാരിക്കും.
ഞാൻ ഇങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പ്രോക്രാസ്റ്റിനേറ്റിങ് നടന്ന് ഞാനങ്ങനെ ഇരുന്ന് പോവാണ്. ആൻഡ് ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഞാൻ റിഗ്രറ്റ് അടിക്കും, ചെയ്യേണ്ടേ ആയിരുന്നു. ബിക്കോസ് എനിക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് ഇപ്പം നമുക്കറിയാം, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ അങ്ങനെ വരുമാനം കിട്ടില്ല. ചെറിയ കൊളാബറേഷൻസ് ഒക്കെ വെച്ചിട്ട് മാത്രമേ എനിക്ക് ഇൻകം ജനറേറ്റ് കിട്ടിയിട്ടുള്ളൂ. സോ ഞാനിങ്ങനെ ആ ഒരു യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയാസൊക്കെ ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇനി വാച്ച് അവേഴ്സാണ്. സോ അത് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ലാഗ് ആക്കുന്നത് എനിക്കറിയാം. അത് ഞാൻ തന്നെ എൻ്റെ അക്കൗണ്ടിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. പക്ഷെ സ്റ്റിൽ ഞാനൊരു മടിച്ചായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് പോവും. എനിക്കറിയാം ഇത് മാറ്റേണ്ട കാര്യമാണ്, ഇത് എൻ്റെ ചാനലാണ്, എനിക്കാണ്, എൻ്റെ ഒരു ഇത് വെച്ച് മാത്രമേ അത് ഗ്രോ ആവുള്ളൂ. എല്ലാ ബോധവും എനിക്കുണ്ട്. പക്ഷെ എന്നാൽ കൂടി സ്റ്റിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്. ആൻഡ് നമ്മളിങ്ങനെയൊക്കെയുള്ള ട്രാക്ടറൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. എനിക്കിതൊക്കെ കൗതുകമായിരുന്നു കേട്ടോ, സീരിയസ്ലി ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാണ്. ഇത് ആക്ച്വലി വാൽപ്പാറ ജംഗ്ഷൻ തന്നെ ഒരു ഹോട്ടലാണ്. ആക്ച്വലി ബിരിയാണി കൊള്ളാം, നൈസായിട്ടുണ്ട്. അത് പണിപ്പാളുമെന്ന് വിചാരിച്ചു, പക്ഷെ പണിപ്പാളിയില്ല ഗൈസ്. നമുക്കിത് ഒരു മുട്ടയുണ്ട്, ഒരു ലെഗ് പീസ് ഉണ്ട്, ആൻഡ് നല്ലൊരു അടിപൊളി റൈസ് ഉണ്ട്. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പെത്തി. അപ്പോൾ നമ്മൾ വാൽപ്പാറ എത്തിയപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ഒരു നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനുള്ളതാണ്. സോ അങ്ങനെ നമ്മളൊരു കട കണ്ടുപിടിച്ചു. അത് ആക്ച്വലി വാൽപ്പാറ ജംഗ്ഷൻ തന്നെയാണ്. ആ ഒരു ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ ഈ ഒരു നമ്മൾ കഴിച്ചൊരു ഹോട്ടലുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി അത്യാവശ്യം ചോദിച്ചപ്പം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ കയറിയതാണ്. രവി ബേക്കറിയുടെ അടുത്ത് അംബൂസ് മെസ്സാണ് ഇതിൻ്റെ പേര്. ഈ അംബൂസ് മെസ്സിലാണ്, ഇവിടെയാണ് നമ്മൾ കയറിയത്. അത് തമിഴ് വഴിക്കറിയത്തില്ല, തൊട്ട് മേളിൽ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, അംബൂസ് മെസ്. ഇവിടെ നമ്മൾ അവരുടെ ബിരിയാണി, തമിഴ്നാട് സൈഡ് ബിരിയാണി, ആസ് വെൽ എസ് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പെപ്പർ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെപ്പർ ചിക്കൻ ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു, ശരിക്കും പറയാമല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചിട്ടുള്ള പെപ്പർ ചിക്കൻ അല്ലായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും. അത് കുരുമുളക് കൂടിപ്പോയെന്ന് അറിയത്തില്ല, പക്ഷെ എന്തോ കുരുമുളക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, എന്തോ ഒരു മാരിയായിരുന്നു. നമ്മൾ അതിങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ ബിരിയാണി ഇറ്റ് വാസ് ഗുഡ്, നല്ലതായിരുന്നു. അത്യാവശ്യം ആ ഒരു കഴിക്കുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്മളിപ്പം ആസ് യൂഷ്വൽ ഞാൻ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഈ തമിഴ് മൂവീസ് കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ആ സെറ്റ്. പക്ഷെ അത് കൊള്ളായിരുന്നു, നീറ്റായിരുന്നു, ക്ലീൻ ആയിരുന്നു. കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു വിളമ്പുന്നത്. അവരൊക്കെയാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല ക്ലീനും നല്ലൊരു എനിക്കൊരു തമിഴ്നാട് അറ്റ്മോസ്ഫിയർ. ഓക്കെ, വാൽപ്പാറ തമിഴ്നാട് ബോർഡറായി, പക്ഷെ എന്നാൽ കൂടി ഒരു തമിഴ്നാട് എന്തോ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആസ് വെൽ എസ് ആ ബിരിയാണിയുടെ. ആൻഡ് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു വ്യൂ പോയിൻ്റ് കണ്ടു. സോ അവിടെ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അത്യാവശ്യം ഇവിടെ നിന്നൊക്കെ കാണുമ്പം ഈ ഒരു വ്യൂ എനിക്ക് എത്രത്തോളം ഈ ഒരു വീഡിയോ നിന്ന് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇറ്റ് വാസ് സോ ഗുഡ് ദാറ്റ് ഇതൊക്കെ എല്ലാവരും കണ്ടു തന്നെ നോക്കണം കേട്ടോ. ശരിക്കും പറയാലോ, എനിക്ക് എത്രത്തോളം ഇങ്ങനെ പൊക്കി പറഞ്ഞാലോ അല്ലെങ്കിൽ എത്രത്തോളം ഇങ്ങനെ എന്താണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാലും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ നിങ്ങൾ കാണേണ്ട കാഴ്ച കേട്ടോ, ശരിക്കും പറയാലോ കാണേണ്ട കാഴ്ചയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്ക് ഇനിയും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇങ്ങനെ ഇനിയും യാത്ര പോകും, ചാൻസ് കിട്ടിയാൽ മാത്രം കേട്ടോ. ആൻഡ് ഡെഫിനറ്റ്ലി എന്തായാലും അതിനെ ഞാനിങ്ങനെ പോരാടുന്നതായിരിക്കും. നമ്മൾ പോരാടി നമ്മൾ വിജയത്തിലെത്തും, അങ്ങനെ അത്രപ്പനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സൈഡിലുള്ള ആ ഒരു ഭാഗത്തു നിന്ന് പോയി കഴിയുമ്പോൾ ഉള്ള ഈ തേയിലത്തോട്ടമുണ്ടല്ലോ, ഒരു ഡിഫറെൻറ്റ് രീതിയാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് ഇങ്ങനെ പോയി വരുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് നമ്മുടെ കേരളത്തിൽ വെച്ച് കാണുന്ന തേയിലത്തോട്ടമൊക്കെ ഭയങ്കര ഒരു പ്രത്യേകിച്ചൊരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ഡിസൈനോ ഒന്നും കാണത്തില്ല. അവർ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ കുറേ തേയിലത്തോട്ടം കാണും, തേയില ഇങ്ങനെ ക്ലിപ്സ് ചെയ്തതാണ്. പക്ഷേ വൺസ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് മുഴുവനായിട്ട് കയറി കഴിയുമ്പോൾ ആൻഡ് ഗെസ് വാട്ട്, അവർ ആ ഒരു ഭയങ്കര ഈവൻ ആ ഒരു ചെടി നടുന്നത് പോലും ആ തേയില നടുന്നത് പോലും ഒരു പ്രത്യേക പാറ്റേണിലാണ്.
സോ അതിങ്ങനെ ഒരു കാർപ്പറ്റ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എന്തോ സാധനം ഇങ്ങനെ വിരിച്ച് ബെഡ്ഷീറ്റ് വിരിച്ച പോലെ ഒരു എഫക്റ്റാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ട്, അത്ര ഒരു ലെവലായിട്ട്, അത്ര ഒരു ലൈൻസ് കീപ്പ് ചെയ്തിട്ട്, അത് കൂടുതൽ വീഡിയോസ് ഞാൻ ബാക്കി കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകൂടി. ആൻഡ് ഐ വുഡ് സേ ഇറ്റ്സ് ജസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് കാണാൻ. ഓക്കെ, പിന്നെന്താ പറയുക, ഞാൻ എന്തൊക്കെയോ കുറേ പറയണം ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്ക് എന്തോ ഇങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ, ഞാൻ ശ്വാസം വിടാനൊക്കെ ബ്രേക്ക് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വിട്ടു പോകുന്ന കേട്ടോ. അപ്പോൾ ഞാനത് കീപ്പ് ചെയ്തോളാം. കണ്ടോ, നിങ്ങൾക്ക് കണ്ടോ, അത് അവിടെ കണ്ടോ, ആ ഒരു വെച്ചേക്ക് നോക്കിക്കേ. ഓക്കെ, ഇടയ്ക്ക് മേളിൽ കുറച്ച് ഒരു ഡിസോർഡർ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും കണ്ടോ ലൈൻസ് പോലെ ജസ്റ്റ് ഒരു കാർപ്പറ്റ് വിരിച്ച കണക്കാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു കണ്ട പോർഷൻ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ അത് അവിടെ കണ്ടോ, ഭയങ്കര ഒരു സ്ട്രെയിറ്റ്. മറ്റേതിങ്ങനെ ക്യൂബ്സ് ആയിട്ടായിരിക്കും ഇങ്ങനെ വെച്ചേക്കുന്നത്, പക്ഷെ എന്നാലും അങ്ങോട്ടേക്ക് പോകുമ്പോൾ കിടലാണ്. എന്നുവെച്ചാൽ ഒന്നും കൂടി എന്തോ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഭയങ്കര എന്തോ രീതിയിലൊക്കെയാണ്. എന്തോ രീതി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കേട്ടോ. എനിക്ക് ആക്ച്വലി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, അതാണ് വാസ്തവം. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിലൊന്ന് പേടിച്ചു. ബിക്കോസ് മഴയാവോ, പണിപ്പാളുമോ, വീഡിയോ എടുക്കാൻ പറ്റുമോ. പക്ഷെ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിൽ നമ്മൾ പോകണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മൾ അതിന് വേണ്ടി റെയിൻ കോട്ടും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്താൽ പോയത്. പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിരിക്കുന്നത് ആക്ഷൻ ക്യാമറ ഒന്നും അല്ലല്ലോ. സോ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. സോ അതിൻ്റെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കുമോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലയോ, അങ്ങനെയൊക്കെ ഭയങ്കര മൈൻഡ് പോയിട്ടാണ് നമ്മളിങ്ങനെ. പക്ഷെ എന്തായാലും നമ്മുടെ ഒരു ഗുഡ് ലക്ക്, നല്ല കാര്യത്തിൽ മഴയൊന്നും അധികം പെയ്തില്ല. നമുക്ക് ഈ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന രീതിയിൽ നമുക്ക് ഇടയ്ക്ക് ചാറ്റമഴ ഉണ്ടായിരുന്നു, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാൽ കൂടി കുഴപ്പമില്ലായിരുന്നു. ആൻഡ് കണ്ടോ നിങ്ങൾ ആ കോട, സീരിയസ്ലി ആ കോട. ആക്ച്വലി ഈ ഒരു റൂട്ടിൽ ഈ കോടയാണ് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തൊരു കാര്യം. ബിക്കോസ് ഞാൻ കണ്ടിട്ടില്ല, ശരിക്കും പറയാമല്ലോ. ഇങ്ങനെ ഫിലിമിനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കോടയൊക്കെ നിറഞ്ഞ് ഒരു ഫുൾ മിസ്റ്റി, ഒരു ഫോഗി അറ്റ്മോസ്ഫിയർ ഞാൻ ഫിലിമിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്. കാര്യം എന്താ അറിയോ, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ കോട ഉണ്ടോ, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സ്പീക്കാണ്. പക്ഷേ അതെ, നിങ്ങൾ ഈ പോകുന്ന റൂട്ടൊന്ന് ശ്രദ്ധിച്ചോട്ടോ. ഞാനൊരു കാര്യം പിന്നെ പറഞ്ഞുതരാം. നമ്മൾ ആ പോയ റൂട്ടിന് തിരിച്ച് പിന്നെയും വന്നു. കാര്യം എന്നറിയോ, അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഒരു ചേട്ടനപ്പുറത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് അതേ റൂട്ടിൽ തന്നെ ഇറങ്ങിയിട്ട് ഈ ഒരു താഴേക്ക് പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങും. സോ ഈ താഴേക്ക് പോകുന്ന റൂട്ടിലേക്കാണ് ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. അത്യാവശ്യം ഞാൻ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ മിസ് ചെയ്യേണ്ടെന്ന്. പക്ഷെ നമ്മൾ മിസ് ചെയ്തു. അതിന് റീസൺ വേറൊന്നുമല്ല, നമ്മളവിടെ പോയപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു എൻട്രി പോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് അതിൻ്റെ ഏറ്റവും മേളിൽ പോകുമ്പോൾ ഒരു വ്യൂ ആണ് അവർ പറയുന്നത് കിടലിനാണെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോയി, ഇപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഫുൾ സ്ട്രെച്ചിൽ വണ്ടി ഓടിക്കുകയല്ല ചെയ്തത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തി ആ ഒരു കാഴ്ചയെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയോ, അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യൂ നല്ല വ്യൂ ആണ്, നല്ല രീതിയിലുള്ള ഒരു വ്യൂ കിട്ടും, നല്ല ഉഷ്ണ കോടയും മഞ്ഞും എല്ലാം കാണാൻ പറ്റും, കുറേ നല്ല ഇതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത്. പക്ഷേ ഈ ചേട്ടൻ പറഞ്ഞു ഒരാൾക്ക് 100 rupees. അപ്പോൾ നമ്മൾ 2 പേരായതുകൊണ്ട് 200 rupees. പ്ലസ് നമ്മൾ വണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ കാറിന് എക്സ്ട്രാ 200 ഈ 2 വീലറിന് എക്സ്ട്രാ 100 rupees ആണ്. അപ്പോൾ ടോട്ടലി 300 rupees. അപ്പോൾ ഒരു ചെറിയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് 300 rupees. നമ്മൾ ആക്ച്വലി ഭയങ്കര ബഡ്ജറ്റായിട്ടുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. സോ അത്ര പൈസ നമ്മുടെ കയ്യിൽ കരുതിയിട്ടുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. സോ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. ഒന്നാമത് നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യത്തില്ല. ബിക്കോസ് നമുക്ക് ഈ ഭാഗത്തൊന്നും റേഞ്ചേ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പെടും. കയ്യിൽ പൈസ തീർത്ത് കഴിഞ്ഞാൽ തീരും. പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയില്ല. എനിക്കതിന് ഇപ്പോൾ ചെറിയ സങ്കടമുണ്ട്, പക്ഷെ എന്നാൽ കൂടി പോയില്ല, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ അവിടെ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസയൊക്കെ കരുതിയിട്ട് ഇതൊക്കെയാണ് ചാർജസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ആൻഡ് ഗെസ് വാട്ട്, ഈ വീഡിയോ ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ എത്തിയത്, ഹാഫ് പോർഷനെ കുറച്ച് കൂടുതൽ ആയി.
പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്ക് ടീ ബ്രേക്ക് എടുത്തിട്ടോ. നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് ടീ ബ്രേക്ക് എടുത്തത്. ഞാൻ ടീ കുടിക്കാറില്ല, എൻ്റെ ഫ്രണ്ട് കുടിച്ചു. ആൻഡ് അവനാണുള്ള വണ്ടി ഓടിക്കുന്നത്, സോ ഹീ നീഡ്സ് എ ബ്രേക്ക്. ഞാൻ ചുമ്മാ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടാണ് പോയത്. ആൻഡ് എന്താണ്, അപ്പം എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എക്സ്ട്രാ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു കാഴ്ച ഉണ്ട്, സോ അതിന് ഇത്ര ചാർജസ് ആവും എന്നിപ്പം മനസ്സിലായല്ലോ. സോ അതുകൊണ്ട് നിങ്ങളത് കരുതിയിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പം കുറച്ചും കൂടി നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു, ഇപ്പം എനിക്കോ പറ്റിയില്ല, ഇനി ഞാൻ ചെയ്യുമായിരിക്കും എപ്പോഴെങ്കിലും അതുവഴി പോകുമ്പോൾ എന്താ ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്യുമായിരിക്കും, പോയി കാണുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കും ഇപ്പോൾ പറ്റിയില്ല. പക്ഷെ എന്നാലും നിങ്ങളെങ്കിലും അത് മിസ് ചെയ്യാതെ പോകണം. ആൻഡ് നമ്മൾ വാൽപ്പാറയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ വാൽപ്പാറ കഴിഞ്ഞ് നമ്മളിപ്പം എന്താണ് ഈ പൊള്ളാച്ചിയിലേക്കുള്ളതാണ് ഈ ഒരു റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാൽപ്പാറ കഴിഞ്ഞു കേട്ടോ. വാൽപ്പാറയായിരുന്നു നമ്മൾ ആ ഫുഡ് വെച്ച ഏരിയ, വാൽപ്പാറയായിരുന്നു. സോ വാൽപ്പാറ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി ടു ആതിരപ്പള്ളി, ഇങ്ങനെ ലൊക്കേഷൻ ഇട്ട് അങ്കമാലി ടു ആതിരപ്പള്ളി, ആതിരപ്പള്ളി ടു മലക്കപ്പാറ, മലക്കപ്പാറ ടു വാൽപ്പാറ, വാൽപ്പാറ ടു പൊള്ളാച്ചി, പൊള്ളാച്ചി ടു നെന്മാറ, നെന്മാറ ടു കാലടി, അങ്കമാലി കാലടി. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, ഒരു മാപ്പ് പോലെ കറങ്ങി തിരിച്ചെത്തും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. കാര്യം നമ്മൾ ആക്ച്വലി ഇതിൻ്റെ വാൽപ്പാറ സെക്കൻഡ് ടൈമാണ്. പക്ഷെ ഒരു വട്ടം വാൽപ്പാറ പോയപ്പോഴത്തേക്ക് ഒരു മഴയൊക്കെ വരുന്നതിന് മുമ്പേ പോയിട്ട് ഭയങ്കര ചൂടുമായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. സോ അന്നേ ദിവസം വേറൊരു നമ്മളവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തൊരു ഒരു ഫാമിലി. സോ അവർ പറഞ്ഞു ഇത് ആക്ച്വലി ഈ റൂട്ട് അവർ ആക്ച്വലി എവിടെ പോയിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. കാര്യം കുറച്ചുകൂടി ഒരു ഒതുങ്ങിയ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റൂട്ട് ചൂസ് ചെയ്തത്. സോ അവർ പറഞ്ഞു ഒരു മഴ സമയത്ത് അല്ലെങ്കിൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി നല്ലതായിരിക്കും ഈ റൂട്ട്. അവരങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അവരത് പോയിട്ടുണ്ട്. സോ എന്നിട്ട് അത് മാത്രമല്ല, ഇപ്പം എല്ലാവരും ചൂസ് ചെയ്യുന്ന ഈ ഒരു ആതിരപ്പള്ളി ടു വാൽപ്പാറ വരെ റൂട്ടാണ്. പക്ഷേ അതിലും ബ്യൂട്ടി അതിലും കാണാൻ കാഴ്ചകളുള്ളത് പൊള്ളാച്ചി വരെ പോയി നെന്മാറ വഴി അങ്ങനെ ഒരു ചുറ്റിക്കറങ്ങി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം നമ്മൾ ചൂസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ ചൂസ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് കുറച്ച് കുരങ്ങനെ കണ്ടു, നമ്മുടെ സങ്കടം തീർത്തു. നമ്മുടെ ഭാഗ്യവശാലാണോ അല്ലെങ്കിൽ അറിയത്തില്ല, പക്ഷെ നമ്മൾ വേറെ മൃഗങ്ങളെ കണ്ടില്ല. ആൻഡ് ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ആണ് കേട്ടോ. സംഭവം സെറ്റപ്പ് കൊള്ളാം. നമുക്കൊന്ന് കുറച്ച് ചില്ല് ചെയ്യാം, സെറ്റ് ചെയ്യാം, ഒന്നിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊന്ന് ഒരു ടീ ബ്രേക്കോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ അങ്ങനെ നിന്നില്ല, ബിക്കോസ് ഒന്നാൽ ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കണ്ടപ്പോൾ നോക്കിയപ്പം അതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ആണ്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വ്യൂ, ആക്ച്വലി ഇവിടെയും നമുക്ക് നിൽക്കാതിരിക്കാൻ പറ്റിയില്ല, ബിക്കോസ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു മലയിൽ നിന്നാണ് നമ്മളിവിടെ വരെ വന്നത്. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. ആൻഡ് ആ ഒരു മലയെ കൂടി നമ്മളിവിടം വരെ എത്തി. സോ ഇത് കണ്ടപ്പം എന്തോ, സോ നമ്മളങ്ങനെ ആനമലൈ ടൈഗർ റിസർവ് അവിടെ എത്തി. ആൻഡ് അവിടെ ഇങ്ങനെ പോയി കണ്ട സമയത്ത് നമ്മൾ ഒരുപാട് മയിലിനെ കണ്ടു. അപ്പോഴാണ് ഞാൻ മയിലിനെ കൂടുതലായിട്ട് കണ്ടത് അവിടെ. കാര്യം മൃഗങ്ങളോ അല്ലെ ബേർഡ്സോ, നമ്മൾ അതിന് മുന്നേ കുരങ്ങന്മാരെ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷേ നമ്മളല്ലാതെ ആനേനെയോ വേറെ ഒന്നിനും കാണുന്നില്ല. ഇടയ്ക്കൊരു പൂത്തനെ കണ്ടെന്ന് കേട്ടോ, അല്ലാതെ വേറെ ഒന്നിനെയും കാണുന്നില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് മയിൽ. ആക്ച്വലി മയിലൊന്നും കുറേയൊന്നും പേടി പോലും ഇല്ല, പേടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ അടുത്ത് അങ്ങനെ. പക്ഷെ നമ്മൾ അടുത്തേക്ക് ഒത്തിരി വരുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ ഇത് പറക്കും. പക്ഷെ എന്നാൽ കൂടി അവിടെ മുഴുവൻ ഇപ്പോൾ പെൺമയിലായാലും ആൺമയിലായാലും ഒരുപാടുണ്ടായിരുന്നു. സീരിയസ്ലി കിട്ടില്ല. ആൻഡ് പിന്നെ നമ്മളൊരു വലിയ പന്നീനെ കണ്ടു, വലിയൊരു കാട്ടുപന്നീനെ കണ്ടു. ആൻഡ് പറഞ്ഞാൽ കളിയാക്കത്തില്ലെങ്കിൽ ഞാൻ പറയാം, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും വലിയ പന്നിയെ കാണുന്നത്. കണ്ടിട്ടുണ്ട്, കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയ അത് മാത്രമല്ല, ഇതിന് ഒട്ടും പേടിയില്ലായിരുന്നു. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നെ. വീട്ടിലേക്ക് വേണ്ടി ഞാൻ എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കൂടി അതിനൊരു പേടിയില്ലാതെ അതെന്തോ ഓക്കെ, ഇത് ഞങ്ങളുടെ പ്ലേസാണ് ആൻഡ് നിങ്ങൾ വന്ന ഗസ്റ്റാണ്, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീഡിയോ എടുത്തിട്ട് പൊക്കോ, എന്തോ ഒരു ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെയാണ് അത് നടന്നു പോകുന്നത്. വെച്ചാൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഇടയ്ക്ക് പോയി സാധനം ഇപ്പോൾ പറന്നു പോകും കേട്ടോ, ശ്രദ്ധിച്ചോണേ. അതൊരു മയിലായിരുന്നു. ആൻഡ് പിന്നെ നമ്മളവിടെ കുറച്ച് നിന്നിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. സോ ഇവിടെ നമ്മളിപ്പോൾ എത്തുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴേക്കും നമ്മളിങ്ങനെ കോട ഇങ്ങനെ വന്ന് തുടങ്ങുമായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ് തുടങ്ങിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഇങ്ങനെ കോടയൊക്കെ പറയുമ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ഇവർ വായിക്കും, നീ എന്താ കോട കണ്ടിട്ടില്ലേ,
ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ ഓക്കെ കോട കാണുന്ന അവർ പറയും നേരത്തെയും കാലത്തൊക്കെ എണീക്കണം, രാവിലെയൊക്കെ എണീറ്റ് എന്നാൽ നിനക്ക് കോടയൊക്കെ കാണാം. മഴ സമയത്ത് രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഇന്ന സ്ഥലത്തായാലും കോട വരും. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നമ്മുടെ കൊല്ലത്ത് കോടയുണ്ടോ ഇല്ലയോ. എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഒരു 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 അനുഭവത്തിൽ പറയുകയാണ്, രാവിലെ എത്ര മഴ പെയ്താലും കോടയൊന്നും വരാറില്ല. വരും, ചെറിയൊരു മോയ്സ്റ്റ് അറ്റ്മോസ്ഫിയർ വരും. പക്ഷെ ഈ ഒരു കാഴ്ച ശരിക്കും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആൻഡ് അവിടെ എൻ്റെ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. കാര്യം അതും അവിടെ വെച്ച് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഭയങ്കര എന്തോ അടിപൊളി. പക്ഷെ ഇത്രയും കാണത്തില്ല, ഈ റൂട്ടിന് ഇത്രയും കാണത്തില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഭയങ്കര ഒരു മഞ്ഞ് പോലെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എന്തോ ഞാൻ എൻ്റെ ഉള്ളിൽ എന്തോ എൻ്റെ ഒരു കുട്ടിയുടെ ഇങ്ങനെ ഒരു തുള്ളിച്ചാട്ടം ഇല്ലേ, ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നാറുള്ളത്. എനിക്ക് ശരിക്കും ആ ഒരു ഫീലിംഗ് ആണ് അത് കാണുമ്പം. ആൻഡ് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഓവറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓവറായിരിക്കാം. ഇപ്പം വേറൊരാളുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഓവറായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഈ ഒരു ടേണും ഈ ഒരു കാറ്റടിക്കുമ്പോഴും ഈ ഒരു മഞ്ഞും തണുത്തൊരു ഫീലിംഗ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് കൺവേ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് അത്ര ഒരു അടിപൊളി ഫീലിംഗ് ആണ് എനിക്ക് തരുന്നത്. ആൻഡ് ശരിക്കും ഈ ഒരു മഞ്ഞിങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ശരിക്കും പറയില്ല, ഇങ്ങനെ മൂവീസിലേക്ക് കാണത്തുള്ളൂ ഇങ്ങനെ ഭയങ്കര തണുപ്പ്, ഇങ്ങനെ കൊടൈക്കനാൽ അല്ലെങ്കിൽ ഊട്ടിയൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ട്രിപ്പ് പോയപ്പോൾ ഞാൻ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ്. ആൻഡ് എന്തോ ഭയങ്കര എൻ്റെ ഒരു ഇന്നർ ചൈൽഡിനെ ഭയങ്കര സന്തോഷിപ്പിച്ച ഒരു ട്രിപ്പായിട്ട് ഞാൻ ഇത് കൺസിഡർ ചെയ്യും. ആൻഡ് താങ്ക്സ് ടു മൈ ഫ്രണ്ട് അഭിജിത്ത്, അവനാണ് എന്നെ കൊണ്ടുപോയത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെന്ന് പറയുമ്പം ഈ വാൽപ്പാറ ടു പൊള്ളാച്ചി ഒരുപാട് ഹാപ്പിൻസ് ഉണ്ട്. ആൻഡ് ഹാപ്പിൻസിൻ്റെ കണക്ക് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. 41 ഹാപ്പിൻസ് അങ്ങനെ ഉണ്ട്, 41 or 43 ഹാപ്പിൻസ് അങ്ങനെ ഉണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ആ ഒരു പോർഷൻ എത്തുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ബിക്കോസ് ഫുൾ ഈ ഹാപ്പിൻസ് നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്ക് ഇറ്റ്സ് സോ ഗുഡ് എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ആൻഡ് നിങ്ങൾക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോയിൽ പഴയ വീഡിയോയിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഞാനാണെങ്കിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള കുറച്ച് വ്ളോഗ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് എൻ്റെ വീഡിയോസ് അത്യാവശ്യം നല്ല ഷേക്കിയായിരുന്നു. ആൻഡ് ഇത് പറയാം, അതിന് മുന്നേ ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ? ബിക്കോസ് ആ ഒരു പുഷൻ കണ്ടോ, ആ ഒരു കുട നിറഞ്ഞ് ആ ഒരു വെള്ളം, ഒരു വാട്ടർ ബോഡിയാണ് കാണുന്നത്. പക്ഷെ നമുക്ക് ഒന്നും കാണാൻ വയ്യ നേരെ ചുവ. ആൻഡ് ഇപ്പോൾ ഞാൻ ഞങ്ങളോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കാര്യം ഈ ഒരു വാട്ടർ ബോഡീൻ്റെ അപ്പിയറൻസ് കാണാൻ വേണ്ടിയിട്ട്. ഫുൾ തെളിഞ്ഞ് വന്നപ്പം ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ സ്ഥലമുണ്ട് ആൻഡ് ഈ ഒരു ഗ്രീനറി ഉണ്ട്. പക്ഷേ ഈ ഒരു കോടയുടെ ഒരു എന്താണ് ഒരിത് കാരണം നമുക്കൊന്നും കാണത്തില്ല. ആൻഡ് ഈ ഒരു മല ഉണ്ട് നമ്മളിപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത്, ഈ ഒരു മലയിൽ നിന്നാണ് നമ്മൾ വന്നത്. അതുപോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാര്യം അത്രയ്ക്ക് ഈ ഒരു റൂട്ടാണ് നമ്മൾ തിരിച്ച് പോകേണ്ടതും. പക്ഷേ ഇതെല്ലാം എന്തോ കണ്ട ആ ഒരു ഫുൾ കോട ഇങ്ങനെ വന്ന് ആ ഒരു വാട്ടർ ബോഡി അങ്ങനെ സംഭവം ഉണ്ടെന്ന് പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കോട കൊണ്ട് മൂടുവാണ്. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കുകയാണ് മൊത്തം ഇപ്പോൾ കോടയാവും. ജസ്റ്റ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂമെൻറ്റ്. ഓക്കെ, കണ്ടോ ആ ഒരു വാട്ടർ ബോഡി നമുക്ക് കാണുന്നത്രയും കണ്ടോ, ഇതായിരുന്നു ആ വാട്ടർ ബോഡിയുടെ പോർഷൻ.
നിർത്തിക്കൂടാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്, പക്ഷേ നമ്മൾ നിർത്തി. അഗെയിൻസ്റ്റ് ദ ലോ ആൻഡ് അഗെയിൻസ്റ്റ് ദ റൂൾസ്. പക്ഷെ എന്നാലും നമ്മൾ നിർത്തി. നമ്മൾ ആ ഒരു എൻ്റെ ഒരു കൗതുകം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത് കേട്ടോ. സോ നമ്മളങ്ങനെ ആ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെയും പോയി. പക്ഷെ പിന്നെയും പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ഫ്രണ്ട്സിനെ കണ്ടു. നമ്മുടെ ഫ്രണ്ട്സ് ഒബ്വിയസ്ലി ഓൾ ആനിമൽസ് ആൻഡ് ബ്രദേഴ്സ്, അയ്യോ അല്ല, ഓൾ ഇന്ത്യൻസ് ആൻഡ് ബ്രദേഴ്സ് ആസ് വെൽ ആസ്. അയ്യോ ഞാൻ ചളി തകർക്കണമല്ലോ, പോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. കുറേ കുരങ്ങന്മാരെ കണ്ടു. നമ്മുടെ കയ്യിലപ്പം കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. നമ്മൾ പണി കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. ആൻഡ് നമ്മൾ ഇതിനെ കണ്ടു. ഇതിൻ്റെ പേര് വരയാടെന്നല്ലേ, ആ വരയാടെന്നാണെന്ന് തോന്നുന്നു. സോ ഇതിനെ കണ്ടു. ഇത് ആക്ച്വലി ഒന്നിനെ നമ്മൾ ആദ്യം കണ്ടുള്ളായിരുന്നു. ആൻഡ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിന്നപ്പോൾ എന്താ അടുത്തുനിന്ന് വേറൊരാൾ പോന്നു. ഇതിനൊന്നും പോലും നമ്മളുടെ പേടി പോലും ഇല്ല. എന്നുവെച്ചാൽ ജസ്റ്റ് ഓക്കെ, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾ വന്നല്ലേ, നിങ്ങൾ വരുവാണ്, ഞങ്ങൾ പേടിച്ച് തന്നെ ഓടുന്നത്. ആൻഡ് ആ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അത് കണ്ടോ, എന്ത് ഈസി ആയിട്ടാണ് ആ ഒരു മലയൊക്കെ കയറുന്നത്. ആൻഡ് അതല്ല, വേറെ പോർഷൻ കാണിച്ചു തരാം. അവർ എന്ത് സ്പീഡിലായിരിക്കും, എന്തൊക്കെ ഇങ്ങനെ ഓടാനും ചാടാനൊക്കെ ഇവരെ കഴിഞ്ഞുള്ളൂ ഇവരെ കഴിഞ്ഞുള്ളൂ എന്തും. പിന്നെ നമ്മൾ കുറച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരുപാട് വരയാട് പിന്നെയും കണ്ടു. സോ നമ്മളിപ്പം കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വന്നപ്പോൾ അവർ അയച്ചു നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകാമെന്ന്. സോ അവർ ഭയങ്കര സ്പീഡായി. ആൻഡ് പോയപ്പോൾ നമ്മൾ കണ്ടത് ഒരു വരയാടിന് കാല് വയ്ക്കുക അതിങ്ങനെ കുന്തിയാണ് പോകുന്നത്. ആൻഡ് ഈ വരയാടൊക്കെ ഭയങ്കര കണ്ടോ ഈ വരയാടിനാണ് വയ്യാത്തത്. ആൻഡ് ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡായിട്ട്. ആൻഡ് ഇതൊന്നും പെട്ടെന്നൊക്കെ കുറുക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് മിസ്സാണ് രക്ഷപ്പെട്ടത്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് വ്യൂ. ഓഹ് മൈ ഗോഡ്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രക്കിടലാണ്. കണ്ടോ, ഇതാണ് ആ വാട്ടർ ബോഡി. സോ ആ ഭാഗത്തെല്ലാം ഇതൊരു വ്യൂ പോയിൻറ്റുമാണ്, പക്ഷെ ഇപ്പോൾ ക്ലോസ് ആണ്. സോ ഞാനിപ്പോൾ സൂം ചെയ്തിട്ടില്ല, ഇതെൻ്റെ ഫോണിലാണ് എടുത്തത്. കാര്യം ക്യാമറയിൽ ചാർജും തീർന്നു, ആസ് വെൽ ആസ് ഈ മഴയും പെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്യാമറ എടുത്തിട്ടില്ല. അല്ലാതെ ഈ ഒരു പോർഷൻ നമ്മൾ ഫോണിലെടുത്തേക്കുവാണ്. സോ ഫോണിലെ വ്യൂ കൊള്ളാം. സോ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു മലയിലേക്ക് ഇത് കയറി പോകുന്നതാണ് കാണുന്നത്. സോ ഭയങ്കര സ്പീഡിൽ ചുന്ന് കയറിപ്പോവും. ആൻഡ് നേരെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വൈറ്റ് ലൈൻ കണ്ടോ, അതൊരു ഡാമാണ്. ആ ഡാം കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ നമുക്കിപ്പോൾ ഒരു ക്ലിയർ വിഷൻ ഇല്ല, സോ എന്നാലും അതൊരു ഡാമാണ്, ഒരു കുഞ്ഞു ഡാം. സോ ഇവിടെ മൊത്തം 40 ഹാപ്പിൻസാണുള്ളത്. പൊള്ളാച്ചി ടു നമ്മുടെ നെന്മാറ, അല്ല പൊള്ളാച്ചി എത്തിയില്ല ആക്ച്വലി, നമ്മൾ നെന്മാറ വിട്ട പോകാൻ പോകുന്നത്. വാൽപ്പാറ ടു പൊള്ളാച്ചി വരെ 40 ഹാപ്പിൻസ്. നമ്മളിപ്പോൾ ആകെ 9 ഹാപ്പിൻസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഒരുപാടുണ്ട്. സോ അങ്ങനെ നമ്മൾ ജേണി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആസ് യു ക്യാൻ സീ, ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ബെസ്റ്റ് വേറൊരു കാഴ്ചയുടെ കണ്ടു. ബിക്കോസ് ആ ഒരു മഴയൊക്കെ ഒന്ന് തീർന്നപ്പോൾ ആ ഒരു സൺലൈറ്റ് കണ്ടോ, ഇറ്റ് വാസ് എന്താണ്, നമ്മളെന്തോ ഒരു സ്വർഗത്തിൽ പോകുന്നൊരു സ്വർഗത്തിൽ പോകുന്നൊരു ഫീലിംഗാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ബിക്കോസ് അത്രയ്ക്ക് കണ്ട ആ റൂട്ട് ഉണ്ട്, ആ ഒരു സൺലൈറ്റ്, ആ ഒരു ഓറഞ്ച് ടൂണൊക്കെ ആയിട്ട് ഈ ഒരു വഴി. ആൻഡ് ഈ ഒരു കാഴ്ച ആക്ച്വലി ഇറ്റ് വാസ് ബ്രെത്ത് ടേക്കിങ്. ആൻഡ് നിങ്ങളെല്ലാവരും എന്തായാലും എൻ്റെ വ്യൂവേഴ്സ് എങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും വിസിറ്റ് ചെയ്യണം. ബിക്കോസ് അത്ര കിടലാണ്. ചുമ്മാ ഒരു റോഡ് ട്രിപ്പ് അടിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ വല്ല കസിൻസുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ പോകാൻ പറ്റിയ റൂട്ടാണ്. ആൻഡ് ഇനിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ഫോണിലായിരിക്കും എടുക്കുന്നത്. കാര്യം ക്യാമറ ചാർജ് ഡെഡ് പോയി. സോ ഞാനിങ്ങനെ ഫോണിലിങ്ങനെ എന്താണ് 2xലും സൂമല്ലാതെയും ഒക്കെ ഇങ്ങനെ എടുക്കുക. നമ്മളിത് ആ മലയിൽ നിന്നാണ് വീഡിയോ എടുത്തത്. കാര്യം താഴേക്ക് ആ വാട്ടർ ബോഡി കാണിച്ചതും ആൻഡ് നമ്മൾ ആ മലയിൽ നിന്നാണ് വരുന്നതും. ആൻഡ് നമ്മുടെ ഹാപ്പൻസ് ഒക്കെ ഇങ്ങനെ താണ്ടി കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി ഹാപ്പൻസിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത്ര 40 ഹാപ്പൻസ്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് നമ്മുടെ വിഷമം തീർക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എനിക്ക് ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആനേനെ കണ്ടു. അവിടെ ഒരു വൈറ്റ് പോർഷൻ്റെ ഇടയ്ക്ക് ഒരു സാധനം, ഒരു ബ്ലാക്ക് സാധനം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെ നമ്മൾ 4
4 ആനകളെയാണ് സ്പോട്ട് ചെയ്തത്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു ചെറിയ വെള്ളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറ സൈഡിലും ആനയുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആ ഒരു അപ്പുറ സൈഡിലെ ആനേനെയാണ്. ആൻഡ് 4 ആനേനെ നമ്മുടെ വിഷമം തീർക്കാൻ വേണ്ടി നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ മയിലിനെ കണ്ടു, വരയാടിനെ കണ്ടു, പിഗിനെ കണ്ടു, വൈൽഡ് പിഗ്. സോ എല്ലാം കണ്ടു. നമ്മളിങ്ങനെ നമ്മുടെ ജേണി ഇങ്ങനെ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്യൂട്ടി, സീരിയസ്ലി എത്ര പറഞ്ഞാലും എത്രയൊക്കെ എലാബറേറ്റ് ചെയ്താലും എനിക്കത് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇതൊക്കെ ഇപ്പം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതെനിക്ക് ഒരിക്കലും എൻ്റെ ക്യാമറയിലോ അല്ലെങ്കിൽ ഫോണിലോ പകർത്താൻ പറ്റില്ല. പക്ഷേ ഈ വാട്ടർ ബോഡിയാണ് നമ്മൾ ആ മലയിൽ നിന്ന് കണ്ടത്. അറിയോ, ഇവിടെ ആയിരുന്നു ഫുൾ കോട. ആൻഡ് ഇതെന്ത് അത്ഭുതമാണ്. ആൻഡ് നമ്മളങ്ങനെ നമ്മുടെ പൊള്ളാച്ചി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ആനമലൈ ഡാമാണ് നമ്മളവിടെ കണ്ടത്. ഞാൻ നേരത്തെ ഒരിടത്ത് പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു വൈറ്റ് ലൈൻ കാണുന്നത് ഒരു ഡാമാണ്. സോ ആനമലൈ ഡാമായിരുന്നു. സോ അവിടുന്ന് പൊള്ളാച്ചി. ആൻഡ് നമ്മൾ പോയി പൊള്ളാച്ചി ജംഗ്ഷനെത്തി. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. സോ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിയും പോവാം. ബട്ട് നമ്മൾ ബൈക്കിലായതുകൊണ്ട് നമ്മളങ്ങനെ പോയി. സോ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനെത്തും. കാര്യം നമ്മൾ ലൊക്കേഷൻ ഇട്ട് വരുന്നത് അങ്ങനെയാണ്. വാൽപ്പാറ ടു പൊള്ളാച്ചി റൂട്ട് എടുത്ത് നോക്കിയിട്ട് ലൊക്കേഷൻ ഇട്ട് പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചി ഇപ്പം നേരെ ആ ജംഗ്ഷൻ എത്തിക്കഴിയുമ്പോൾ പിന്നെ അവിടെ നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെന്മാറയ്ക്കാണ് ലൊക്കേഷൻ ഇട്ടത്. സോ നമുക്ക് മേലിൽ കൂടി ട്രെയിനൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമ്മളിങ്ങനെ കുറച്ചൊക്കെ ബ്രേക്ക് എടുത്ത് നിർത്തിയാണ് പോയത്. ആൻഡ് പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം നെന്മാറ എത്തി, പാലക്കാടെത്തി. സോ അങ്ങനെ നമ്മൾ നമ്മുടെ പാലക്കാടുള്ള കുതിരാൻ, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു, കുതിരാൻ ടണലിലേക്ക് എത്തി. ആൻഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു വലിയ ലോറിയുടെ ബാക്കിലായതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ കിട്ടത്തില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അപ്പി കയറ്റി എന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ എനിക്ക് ആക്ച്വലി ഞാൻ ഒരു ക്ലസ്ട്രോഫോബിക് പേഴ്സണാണ്. സോ എനിക്കതിൻ്റെ എന്തോ ഒരു ചെറിയ ഉള്ളിലൊരു വീർപ്പ് മുട്ടലും ഉണ്ടായിരുന്നു. ബട്ട് എന്നാലും ഐ വാസ് എൻജോയിങ് ഇൻ ദ സെൻസ് പോയാലേ പറ്റൂ ഇതുവഴി. സോ ആ രീതിയിലായിരുന്നു. ബിക്കോസ് എനിക്കെന്തോ ഇങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു വെപ്രാളമായിരുന്നു. പെട്ടെന്ന് തീരുന്നില്ലല്ലോ എന്ന രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ആ ഒരു ടണൽ കഴിഞ്ഞു. കുതിരാൻ അങ്ങനെ ടണലിൻ്റെ പേര് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇൻ കേസ് ഐ എം റോങ് ജസ്റ്റ് കമൻറ്റ് ബിലോ. ആൻഡ് അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പസ് എത്തി. അത്യാവശ്യം ക്യാമ്പസ് നല്ല കളർഫുള്ളാണ്. കാര്യം ഞാൻ ഓൾറെഡി ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ മെൻഷൻ ചെയ്തു, നമ്മുടെ കലോത്സവത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മളിത് പോയതുകൊണ്ട് നമ്മുടെ കലോത്സവ സമയമായതുകൊണ്ട് അത്യാവശ്യം പിള്ളേരെല്ലാം ഭയങ്കര പല സെൻറ്റേഴ്സിൽ നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാം ഫുൾ ഇങ്ങനെ വൈബടിച്ച് ചില്ല് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഫുൾ നമ്മുടെ ക്യാമ്പസ് എപ്പോഴും ഓണാണ്. ആൻഡ് ഇന്നേക്ക് ഈ ഒരു ടൈമിലാകുമ്പോൾ കുറച്ചുകൂടെ ഓണായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഭയങ്കര ടയർഡാണ്. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ until next time, it's me Geetu. Bye.